സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി ഇപ്പൊ കണ്ടിട്ടിറങ്ങിയതേ ഉള്ളൂ. 6 മണിയുടെ ഷോ കണ്ടിട്ടിറങ്ങി. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് എന്റെ പേഴ്സണൽ അഭിപ്രായമാണിത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. കുറച്ച് ഇമോഷണൽ സത്യരാജ്, നമ്മുടെ മലയാളത്തിന്റെ സൗബിൻ, അതുപോലെ തന്നെ നാഗാർജുനൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. രജനീകാന്തിന്റെ അന്നൊരു ഒരു വലിയ ഒരു ഹൈപ്പ് എനിക്ക് തോന്നിയില്ല. ഒരു ഇന്റർവൽ പഞ്ചൊക്കെ നന്നായിട്ട് രജനീകാന്തിന്റെ ഒരു സ്റ്റൈലിനും ഒക്കെ പറ്റുന്നുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് എനിക്ക് പൊതുവേ ഒരു അതിഗംഭീരം ഒരു ആവറേജ് എന്നേ തോന്നുള്ളൂ. സ്ട്രിക്ട്ലി ആവറേജ് അനിരുദ്ധിന്റെ മ്യൂസിക്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു 90 കിഡ്സിനൊക്കെ ചിലപ്പോൾ മനസ്സിലാകും നമ്മുടെ ഗംഭീര വിജയമായിട്ടുള്ള ജോഷി, മമ്മൂട്ടി, ലോഹിദാസിന്റെ കൗരവറിന്റെ ഒരു നല്ല റെഫറൻസ്. ഞാൻ സ്പോയിലറായിട്ട് പറയുന്നില്ല, ഇതിനകത്തുണ്ട്. നല്ല രീതിയിൽ ലോകേഷ് എനിക്കൊന്ന് അടിച്ചു മാറ്റിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമയിൽ അതുണ്ട്. പിന്നെ കന്നഡയിൽ നിന്ന് വന്ന ഉപേന്ദ്രയുടെ റോളൊന്നും എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഉപേന്ദ്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഇതിന്റെ ഫ്ലാഷ് ബാക്ക് ഇതുമായിട്ടൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഉപേന്ദ്രയുടെ റോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അമീർ ഖാന്റെ എൻട്രിയൊക്കെ ഒരു രക്ഷയില്ലാത്ത എൻട്രിയാണ്, അസാധാരണ എൻട്രിയാണ്. പക്ഷെ അമീർ ഖാൻ ഈ സിനിമയിൽ വേണോന്ന്, കൂലിക്കകത്ത് വേണോന്നുള്ള, കാരണം രജനീകാന്തിന്റെ ഒരു പ്രസന്റ് അമീർ ഖാൻ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അമീർ ഖാനെ പോലെ ഒരു വലിയ ഒരു ബോളിവുഡ് സ്റ്റാറിന് ഇവിടെ വന്നിട്ട് കൂലി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വെറും കൂലിയായിട്ട് എനിക്ക് തോന്നി. അത്രയൊരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു രജനീകാന്തിന്റെ വെറൊരു കൂലിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവെ ഒരു സ്ട്രിക്ട്ലി ആവറേജ് മാക്സിമം. അതിനപ്പുറത്തേക്ക് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സംവിധാന പ്രതീക്ഷയാണ് രജനീകാന്തോട് ഒന്നിക്കുമ്പോൾ ഒരു മാജിക് പ്രതീക്ഷിച്ചു. പക്ഷേ ആ മാജിക്ക് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം വിലയിരുത്തുക. ഇതൊരു പാട്ടുകൾ എനിക്ക് 1-2 പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മോണിക്ക എന്ന് പറഞ്ഞ പാട്ട് ഓൾറെഡി ഹിറ്റാണ്. പൊതുവെ ഇതാണ് അഭിപ്രായം. എന്തായാലും ഓർക്കുക ഒരു കാര്യത്തോടെ, മമ്മൂട്ടിയുടെ കൗരവന്റെ റെഫറൻസ് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തു ലോകേഷ് കനകരാജ്. ഒരു സ്ട്രിക്ട്ലി ആവറേജ് മൂവി. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ കൂലിയിൽ ഇല്ല.